അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. അതായത് മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള നെഹ്റു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇവിടെ ഉൾപ്പെടുത്തിയത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. ഇനി ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എന്തിനെ കുറിച്ചാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയ ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഇത് എസ്സേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ചാപ്റ്ററിന്. ഓക്കെ, ഇനി നോക്കാം. The Constitution of India in Part 3 provide for 6 categories of fundamental rights. അപ്പോൾ അവിടെ തന്നെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് വെച്ചാൽ പാർട്ട് 3. ഓക്കെ, പാർട്ട് 3 ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഭാഗം ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച്. ഇറ്റ് പ്രൊവൈഡ് 6 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അപ്പോൾ ഓരോന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനുള്ള എതിരെയുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു സിറ്റിസൺ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് എതിർക്കാൻ, കോർട്ട് ത്രൂ എതിർക്കാനുള്ള ആ ഒരു റൈറ്റ്. അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അതായത് ഓരോ ഡിഫറെൻറ്റ് കൾച്ചറുണ്ട് ഇന്ത്യയിലെ. അപ്പോൾ ഓരോരുത്തരുടെ കൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ റൈറ്റ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശങ്ങളുണ്ട്. ജോലിയിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കാനുള്ള അവകാശങ്ങൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലേ, അവരവർക്ക് ഇഷ്ടപ്പെട്ട മതം, അതായത് അവരവർക്ക് താല്പര്യമുള്ള മതം സ്വീകരിക്കാനും അതുപോലെ തന്നെ സ്വീകരിക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു ഫ്രീഡം എന്ത് തന്നിട്ടുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ദീസ് ആർ ദ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ റൈറ്റിനെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനദർ വൺ വേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് പണ്ട് എന്തായിരുന്നു? റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് സ്വത്തുണ്ടല്ലോ പ്രോപ്പർട്ടി, അത് നമുക്ക് കൈവശം വെക്കാനുള്ള അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിലായിരുന്നു പണ്ട് ഉൾപ്പെട്ടിരുന്നത്. മൗലിക അവകാശങ്ങളിലായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ദ 44th അമെൻമെൻറ്റ് ആക്ട് ഇൻ 1979 ഡിലീറ്റഡ് ദിസ് റൈറ്റ്. അപ്പം 1979 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിന്ന് ഒഴിവാക്കി. പ്രസൻ്റ്ലി ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ്. ഇതൊരു ലീഗലായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു റൈറ്റാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല, അത് ലീഗലായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ടു പ്രോപ്പർട്ടി ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത അമെൻമെൻറ്റ് ഏതാണെന്ന് ചോദിക്കും. 44th അമെൻമെൻ്റ് ആണ്. ഓക്കെ, 1979 ആ അമെൻമെൻറ്റ് പാസ്സായത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തേത് റൈറ്റ് ടു ഈക്വാലിറ്റിയെ പറ്റിയാണ്. റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലേ, അതായത് സമത്വത്തിനുള്ള അവകാശം. ഈ സമത്വത്തിനുള്ള അവകാശം എന്നുള്ള ആ ഒരു ഫ്രീഡം പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നത് എവിടെ മുതലാണെന്നറിയോ? ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗമാണ് റൈറ്റ് ടു ഈക്വാലിറ്റിയെ പറ്റി പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലെ റൈറ്റുകൾ ആർട്ടിക്കിളുകളുണ്ട്, പാർട്ടുകളുണ്ട് എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്തിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്യുന്നത്? റൈറ്റ് ടു ഈക്വാലിറ്റിനെ പറ്റിയിട്ടാണ്. ഇനി എന്തൊക്കെയാണ് ഈക്വാലിറ്റി നോക്കാം.
വിത്തൗട്ട് ദിസ് റൈറ്റ് ഓൾ അതർ റൈറ്റ്സ് ആർ മീനിങ്ലെസ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നിനോട് എന്താണ് കടപിടിച്ചിരിക്കുന്ന സാധനമാണ്. എങ്കിൽ കൂടി നമുക്ക് പറയാം ഈ ഒരു റൈറ്റ്, ഈക്വാലിറ്റി എന്ന റൈറ്റ് ഇല്ലെങ്കിൽ വേറൊരു റൈറ്റിന് എന്തില്ല, ഒരർത്ഥമില്ല അല്ലേ. ഈക്വാലിറ്റി ഉണ്ടെങ്കിലേ മറ്റതിനൊക്കെ എന്തുണ്ടാവുള്ളൂ, ഒരർത്ഥം വരുള്ളൂ. ഓക്കെ, it is the first fundamental rights provided in the part 3 of the constitution consisting of article 14 to 18. അതായത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ റൈറ്റ് ടു ഈക്വാലിറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആദ്യത്തെ റൈറ്റ്സ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി. ഓക്കെ, ഇനി റൈറ്റ് ടു ഈക്വാലിറ്റിയെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം ഈക്വാലിറ്റി ഏതെല്ലാം തരത്തിൽ ഈക്വാലിറ്റി വേണമെന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏതെല്ലാം മേഖലകളിൽ സമത്വം ആവശ്യമാണ് ഒരു സിറ്റിസന്. അതൊക്കെയാണ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലേ, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ വേണം. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ വേണം. അതായത് ഓരോരുത്തരും എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിവേചിച്ച് കാണാൻ പറ്റില്ല, എല്ലാവരും ഈക്വലായിട്ട് കാണണം. ഓക്കെ, അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ, അതൊക്കെ എന്താണെന്ന് വഴിയെ പറയുന്നുണ്ട്. നെക്സ്റ്റ്, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അതായത് ഓരോരുത്തർക്ക് ഒരു പ്രത്യേക പദവികളൊക്കെ കൊടുക്കുക. അങ്ങനെ അനാവശ്യമായിട്ടുള്ള പദവികൾക്ക് ഒന്നും എന്തില്ല, ഭരണഘടന അംഗീകാരം കൊടുക്കുന്നില്ല. അങ്ങനത്തെ അനാവശ്യമായിട്ട് പദവികൾ ഓരോരുത്തർക്കും ഇങ്ങനെ സ്വമേധയാ അലങ്കരിക്കാനൊന്നും പാടില്ല. ഓക്കെ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലേ, അതായത് തൊട്ടുകൂടായ്മയെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ ഈ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ, അത് നമ്മൾ പറഞ്ഞല്ലോ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ പെടുന്ന ഒരു കാര്യമാണ് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. അങ്ങനെ വെച്ചാൽ ഈക്വാലിറ്റി ബിഫോർ ലോ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇംഗ്ലീഷ് കോമൺ ലോ. ഈ ഈക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള ആ ഒരു ടേം ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷ് കോമൺ ലോ, ഇംഗ്ലണ്ടിലെ ഒരു കോമൺ ലോ ആയിട്ട് അവർ പറയുന്നൊരു സാധനമാണ്. അത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ എന്താ, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് അല്ലേ. ഒരാൾക്ക് ഒരു നിയമം, മറ്റൊരാൾക്ക് നിയമം, വേറെ നിയമം, അങ്ങനെയല്ല. ഇന്ത്യയിലെ ഓരോ സിറ്റിസനും ഓരോ പ്രത്യേക കാര്യത്തിലുള്ള നിയമങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് ബാധകമാണ്. ഈക്വലായിട്ട് എന്താണ്, അതിൻ്റെ കീഴിൽ എല്ലാവരും വിധേയരായിരിക്കണം. അതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ. ഇനി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നുള്ള കൺസെപ്റ്റ് എവിടെ നിന്നാണ് ഉണ്ടായത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഉണ്ടായത്. അപ്പോൾ ഈക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളത് എവിടെ നിന്നാണ്? ഇംഗ്ലീഷ് കോമൺ ലോ എന്നാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തതാണ്. ഓക്കെ, ഇനി ബോത്ത് ദീസ് ഫ്രേസസ് ടേക്കൺ ടുഗദർ ഗ്യാരണ്ടി ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആസ് സെറ്റ് ഫോർത്ത് ഇൻ ദ പ്രയാമ്പിൾ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ദർ ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ റൂൾസ് ഓഫ് ലോ ഇൻ ഇന്ത്യ. അപ്പോൾ ഈ നമ്മൾ പ്രിയാമ്പിളിൽ പറയുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്ത് നമ്മുടെ നിയമത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അല്ലേ. ഇനി ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഈക്വാലിറ്റി ബിഫോർ ലോ മീൻസ് ഓൾ ദ പേഴ്സൺസ് ഷാൾ ബി സബ്ജക്റ്റ് ടു ദ സെയിം ലോസ്, സെയിം കോഡ്സ് ആൻഡ് സെയിം പ്രൊസീജിയർ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്റ്റാറ്റസ് ഓർ പൊസിഷൻ ഓർ വെൽത്ത്. അതായത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അതായത് കോർട്ടിൻ്റെ മുന്നിൽ ഒരാൾ എന്തിനെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ വിചാരണയ്ക്ക് വിധേയമാക്കുക, അല്ലെങ്കിൽ കോർട്ടിൻ്റെ മുമ്പിൽ എല്ലാ വ്യക്തികളും എന്താണ്, സമന്മാരായിരിക്കും. അതിൻ്റെ പ്രൊസീജിയറിലും ഒക്കെ എന്താണ്, എല്ലാവർക്കും തുല്യമായിട്ടുള്ള എന്താ പറയുക പരിഗണനയും ഒക്കെയാണ് കൊടുക്കുള്ളൂ. അല്ലാതെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്റ്റാറ്റസ്, അവർ സമൂഹത്തിൽ ഉയർന്ന ആൾക്കാർക്ക് വേറെ നിയമം, അതുപോലെ തന്നെ അവരുടെ പൊസിഷൻ അനുസരിച്ച് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എന്ത് ചെയ്യാൻ ഒരു വിവേചനം എന്തില്ല, കോർട്ടിൻ്റെ മുമ്പിലില്ല. അപ്പം നിയമത്തിൻ്റെ ബേസിൽ നമ്മൾ ഒരാളെ
വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ അയാൾക്ക് എന്താണ് എല്ലാ തരത്തിലും ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണോ പറഞ്ഞത് അതെല്ലാം ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ക്രീഡ്, സ്റ്റാറ്റസ്, പൊസിഷൻ, വെൽത്ത് ഇതിനൊക്കെ നമ്മൾ മറികടന്നുകൊണ്ട് ഒരു ഈക്വലായിട്ടാണ് വേണ്ടത്. അതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന കൺസെപ്റ്റ്. നെക്സ്റ്റ്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ മീൻസ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ മീൻസ് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ പരിരക്ഷ എല്ലാവർക്കും തുല്യമായിരിക്കണം. നിയമം മുഖേനയുള്ള പരിരക്ഷ എന്താണ്? എല്ലാവർക്കും സെയിം ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് എവരി പേഴ്സൺ ഈസ് ഈക്വൽ ആൻഡ് ഷാൾ ബി അക്കോർഡഡ് ദ സെയിം ട്രീറ്റ്മെൻറ്റ് ഇൻ സിമിലർ സർക്കംസ്റ്റൻസ്. അതായത് ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും എന്താവണം? തുല്യ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ നിയമം കൊണ്ടുള്ള പരിരക്ഷ എല്ലാവർക്കും, പാവപ്പെട്ടവൻക്കും പണക്കാരൻക്കും, അതേപോലെ തന്നെ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, മെയിൽ ആയിക്കോട്ടെ, ഫീമെയിൽ ആയിക്കോട്ടെ, ഇവരുടെ ഇടയിൽ എന്ത് പാടില്ല? ഡിസ്ക്രിമിനേഷൻ പാടില്ല. അത് നിയമത്തിൻ്റെ പരിരക്ഷ ഫീമെയിലിന് കൊടുക്കുന്ന പോലെ തന്നെ മെയിലിന് കൊടുക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, ലോവർ ക്ലാസ്സിന് കൊടുക്കുന്ന പോലെ തന്നെ അപ്പർ ക്ലാസ്സിന് കൊടുക്കണം. ഇങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ലാതെ നിയമത്തിൻ്റെ പരിരക്ഷ എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ കൊടുക്കണം. ഇതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എഴുതുന്ന സമയത്ത് ഇതൊന്നും ഇത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. എഴുതുന്ന സമയത്ത് പിന്നെ ഒന്ന് ജസ്റ്റ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് എഴുതുക. പിന്നെ റൈറ്റ് ടു ഈക്വാലിറ്റിയിലെ സബ് ഡിവിഷൻസ് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, റൈറ്റ് ഈക്വാലിറ്റി ബിഫോർ ലോ, പ്രൊട്ടക്ഷൻ ഫ്രം ദ ഡിസ്ക്രിമിനേഷൻ, ആ കാര്യങ്ങൾ ജസ്റ്റ് പിക്ചർ റെപ്രസെൻറ്റേഷൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ കാണിച്ചപ്പം ആ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഉണ്ടായാൽ തന്നെ മാർക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ ഒരു അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് കാര്യങ്ങളൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ എന്നുള്ള പ്രൊട്ടക്ഷന്, അതായത് വിവേചനത്തിൽ നിന്നുള്ള. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 15 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ദ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള പ്രൊട്ടക്ഷനെ പ്രൊവൈഡ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 15 ആട്ടോ. 14 മുതൽ 18 വരെ ഇത് മാത്രമാണ് പറയുന്നത്. സോ ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തിൻ്റെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറയുന്നത്? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് അല്ലേ? ഇതിൻ്റെ ബേസിൽ ഒന്നും എന്ത് പാടില്ല? ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഓക്കെ, ദിസ് റൈറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു എസ്റ്റാബ്ലിഷ് ദ ഗാന്ധിയൻ ഐഡിയ ഓഫ് സോഷ്യൽ ഈക്വാലിറ്റി. ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ള അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഒരു ഗാന്ധിയൻ ഐഡിയ, ഗാന്ധിയൻ സോഷ്യൽ ഈക്വാലിറ്റിയിൽ പെടുന്നതാണ്. ഓക്കെ, no person on the same ground be denied to access shops, hotels, public restaurant or places of public entertainments or public places maintained out of state funds. അതായത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഷോപ്പുകൾ, ഹോട്ടൽ, അതായത് പബ്ലിക് ആയിട്ടുള്ള പ്ലേസുകൾ എന്നർത്ഥം. അതായത് റെസ്റ്റോറൻറ്റ്, അങ്ങനത്തെ പാർക്കൊക്കെ ഉണ്ടല്ലോ, അവിടെ എന്തില്ല, ഒരു പേഴ്സണും, അതായത് ആർക്കും എന്ത് പാടില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല അവിടേക്ക് പ്രവേശിക്കുന്നതിനൊന്നും അല്ലേ? എല്ലാവർക്കും ഈക്വലായിട്ട് അവിടേക്ക് എൻ്റർ ചെയ്യാനുള്ള എന്താ പറയുക സ്വാതന്ത്ര്യമുണ്ട്, അവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഒക്കെ ഇത് നമുക്ക് എന്തുമായിട്ട് കൂട്ടി വായിക്കാമെന്നറിയാം. സൗത്ത് ആഫ്രിക്കയിൽ, ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷന് നമ്മൾ അറിയണമല്ലോ, ആഫ്രിക്കൻ മൂവ്മെൻറ്റിനൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായിരുന്നു, അവിടെ എന്തുപോലെ തന്നെയുള്ള ഈ പബ്ലിക് പ്ലേസസിലൊന്നും എന്തില്ല, കറുത്ത വർഗ്ഗക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഡിസ്ക്രിമിനേഷനാണ് അല്ലേ?
അപ്പം പിന്നെ അതിന് ശേഷം അപ്പാർത്തൈഡ് വ്യവസ്ഥയൊക്കെ മാറി ദക്ഷിണാഫ്രിക്ക സ്വാതന്ത്ര്യം നേടി. അങ്ങനത്തെ അവരുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ കീഴിൽ, സ്റ്റേറ്റ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ സെക്ടറിലുള്ള ഇതുപോലത്തുള്ള പബ്ലിക് പ്ലേസസിൽ ആർക്കും എന്ത് പാടില്ല, നോ ഡിസ്ക്രിമിനേഷൻ പാടില്ല. എല്ലാവരും ഈക്വലായിട്ട് അവിടെ എന്ത് ചെയ്യണം, ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവണം. ഓക്കെ. ഇനി however, this does not prevent the state from making any special provisions for women and children and socially and educationally backward classes of people or for scheduled caste or tribes. അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങൾ ഇവിടെ കൊടുക്കണം അല്ലേ. പക്ഷേ ഗവൺമെൻറ് എന്തും കൂടെ ചെയ്യണം, ഗവൺമെൻറ് എന്തും കൂടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ വുമൺസ് അല്ലേ, വുമൺസിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് കൊടുക്കണം, സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കണം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന സ്ഥലങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ചിൽഡ്രൻസ്, കുട്ടികൾക്ക് അവകാശങ്ങളുണ്ട്. ആൻഡ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആളുകൾക്ക് എന്ത് വേണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരെ പോലെ തന്നെ അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരെന്ന് പറഞ്ഞാൽ അപ്പോൾ വുമൺസിൻ്റെ കാര്യം നോക്കണം, വുമൺ റിസർവേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവശ്യം എന്താണ്, ജനറൽ മാത്രമാണെങ്കിൽ എന്തില്ല, വുമൺസ് ഈ മേഖലയിലേക്ക് കടന്നു വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, ആ മേഖലയിൽ പിന്തള്ളപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിലൊക്കെ എന്ത് ചെയ്യുന്നത്, വുമൺ റിസർവേഷന്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്ത്രീകൾ തന്നെ വരണം, ആ ഒരു ആവശ്യം, അവരുടെ ഒരു എംപവർമെൻറ്റിന് വേണ്ടി വുമൺ റിസർവേഷൻ കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ചിൽഡ്രൻ അല്ലേ, ബാലവേല നിരോധിച്ചിട്ടില്ലേ, ബാലവേല നിരോധിച്ച്. അതുപോലെ തന്നെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം, ഇത് ചിൽഡ്രൻസിനുള്ളതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണലായിട്ട് സോഷ്യലി ആയിട്ട് ബാക്ക്വേർഡ് SC STകൾക്കൊക്കെ എന്തുണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതുപോലെ തന്നെ ഈ ജോലിയിലെ അതിലൊക്കെ എന്തുണ്ട്, റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അവർ ഓൾറെഡി എന്താണ് സമൂഹത്തിൽ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. സോ അവരുടെ എംപവർമെൻ്റാണ് ഗവൺമെൻറ്റിൻ്റെ എന്ത് ചെയ്യുക, ലക്ഷ്യം. അതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് റിസർവേഷൻ പോളിസി പോലുള്ള കാര്യങ്ങൾ അങ്ങനെ പ്രിവിലേജ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഡിസ്ക്രിമിനേഷൻ കാണിക്കണമെന്ന് പറയാൻ പാടില്ല. കാരണം ആ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ എന്ത് പറയുക, എംപവർമെൻറ്റ് വേണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ ലക്ഷ്യം വെച്ചത്, നമ്മൾ ഡെമോക്രസി ജനാധിപത്യ സംവിധാനം സക്സസ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നത്. അല്ലാതെ അത് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഉൾപ്പെടുന്നില്ല. അത് നിങ്ങൾ നോട്ട് ചെയ്യണേ. ഓക്കെ. അടുത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, തുല്യമായിട്ടുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഓരോ സിറ്റിസനും ഇന്ത്യയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ആർട്ടിക്കിൾ 16. അതായത് തൊഴിൽ ഇടങ്ങളിൽ തുല്യമായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണം, ഓരോ സിറ്റിസന് കൊടുക്കണം. അതായത് വുമൺസിനായാലും അതുപോലെ തന്നെ മെയിലിനാണെങ്കിലും ഒക്കെ എന്ത് വേണം, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, പരിക്കാൻ, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഓക്കെ. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു എംപ്ലോയ്മെൻറ്റ് ഓർ ഓപ്പർച്യൂണിറ്റി ഓഫ് എനി ഓഫീസ് അണ്ടർ ദ സ്റ്റേറ്റ്. അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയ്മെൻറ്റിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അപ്പോയിൻമെൻറ്റിലൊക്കെ ഈക്വലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അതെന്തിൻ്റെ കേസിലാണ്, ഓഫീസ് അണ്ടർ ദ സ്റ്റേറ്റ്, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇതുപോലെ തന്നെ തൊഴിലവസരങ്ങളിൽ തുല്യമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അല്ലാതെ പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വ്യക്തമായിട്ടൊരു ഓർഡറിലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ
കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു ഉറപ്പ് അതായത് ആ ഒരു ഓഫീസ് എന്ത് ചെയ്യണം, ഉറപ്പാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ റൈറ്റ് ഈസ് അവൈലബിൾ ഓൺലി ദ സിറ്റിസൺസ്, അതായത് ഇന്ത്യയിലെ പൗരൻക്കാണ് എന്ത് ചെയ്യുന്നത് ഈ റൈറ്റ് അവകാശപ്പെടാൻ അർഹത. ഓക്കെ, അല്ലാതെ ഇന്ത്യയിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാൾക്ക് എന്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ എന്താ പറയുക ഒരു ജോലി വേണം, ആ ഒരു കൺസെപ്റ്റ് എന്താ പറയുക ശരിയല്ലല്ലോ. ഓക്കെ, അടുത്തത് പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഇത് പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് കേട്ടോ. ഈ ആർട്ടിക്കിളിൻ്റെ നമ്പർ ചിലപ്പം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മയെ ഒഴിവാക്കുന്ന, അതായത് അതിനെ എതിർക്കുന്ന, അതിനെ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു ആർട്ടിക്കിളാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 17. ഓർക്കണേ, ആർട്ടിക്കിൾ 17 ഡീൽസ് വിത്ത് അൺടച്ചബിലിറ്റി. ഓക്കെ, Article 17 of the Constitution abolishes the untouchability and make its practice in any form of offence punishable under law. അപ്പോൾ നമുക്കറിയാമല്ലേ എന്താണ് കേരളത്തിൽ നമുക്കറിയാം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചെറുതായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ കൂടിയിട്ടും എന്താണ് ആ ഒരു അൺടച്ചബിലിറ്റിയെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതിനെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അപ്പോൾ ഈ ഒരു അൺടച്ചബിലിറ്റിൻ്റെ ബേസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ ഇത് കോർട്ടിൽ പോയാൽ അത് പണിഷബിൾ ആണ് അല്ലേ, ഒരു കുറ്റകരമായ ഒരു കാര്യമാണിത്, പണിഷബിൾ അണ്ടർ ലോ ആണ്. സോ ഇനി ഇറ്റ് ഈസ് ഓൾസോ ഗ്യാരൻറ്റീസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് അല്ലേ. ഒക്കെ സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടുള്ള ജസ്റ്റിസും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഈസ് പണിഷബിൾ അണ്ടർ ദ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് ഇൻ 1955. അപ്പം അൺടച്ചബിലിറ്റി എന്നുള്ളത് ഒരു പണിഷബിളായിട്ട് മാറിയത് എന്നാണ്, അതിൻ്റെ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് ഇൻ 1955 1955 ഈ ലോ നിലവിൽ വന്നത്, അൺടച്ചബിലിറ്റി എന്നുള്ള ഒഫൻസ് ആക്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഇങ്ങനെ പദവികൾ, ഓരോരുത്തർ എന്താണ് ഒരു പ്രത്യേക അധികാരങ്ങൾ അവരുടെ നെയിമിൻ്റെ കൂടെ പ്രത്യേകമായിട്ടുള്ള പേരുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്താണ് ഒരു എന്താ പറയുക സുപ്പീരിയർ പൊസിഷനിലാണ് എന്നുള്ള പറയുന്ന രൂപത്തിലുള്ള അത് എന്ത് ചെയ്യാൻ പാടില്ല. ഈക്വലാണ്, എല്ലാവരും ഈക്വലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അത് അബോളിഷ് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, പക്ഷേ നോക്കാം നമുക്കിവിടെ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന്. ആർട്ടിക്കിൾ 18 പ്രൊഹിബിറ്റ്സ് ദ സ്റ്റേറ്റ് ഫ്രം ദ കൺഫറിങ് എനി ടൈറ്റിൽസ് എക്സെപ്റ്റ് എ മിലിറ്ററി ഓർ അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് വരുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി എന്നുള്ള ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്ന അവസാനത്തെ കാര്യമാണ് എന്ത്, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ അല്ലേ എന്നാ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് പ്രൊഹിബിറ്റ് ഫ്രം കൺഫറിങ് എനി ടൈറ്റിൽസ് എക്സെപ്റ്റ് എ മിലിറ്ററി ആൻഡ് അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ. അങ്ങനെ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ടൈറ്റിൽസ് പ്രത്യേക പദവികൾ നമ്മുടെ പേരിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് അവകാശമില്ല, എക്സെപ്റ്റ് ഏതൊക്കെ ഒഴികെ മിലിറ്ററി ഓർ അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ. ഇപ്പോൾ നമ്മൾ മിലിറ്ററിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കേണൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, മിലിറ്ററിയിലുള്ള കേണൽ അങ്ങനത്തെ ഓഫീസേഴ്സിനൊക്കെ കേട്ടിട്ട്, മാർഷൽ, ഫീൽഡ് മാർഷൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ മിലിറ്ററിയിലുള്ള അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും അവരുടെ ആ ഒരു പവർ കൊണ്ടും അവർക്ക് കിട്ടിയ ഒരു നെയിമാണ്. അത് എന്താണ് പണിഷബിൾ അല്ല, അങ്ങനത്തെ ടൈറ്റിൽസ് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഓർ അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ. ഇപ്പോൾ അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡോക്ടറേറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഡോക്ടർ എന്ന് പറയും അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് അക്കാദമിക് പെർഫോമൻസ് കൊണ്ട് അയാൾക്ക് ലഭിച്ച ഒരു നെയിമാണ്, ടൈറ്റിലാണ്. അത് എന്തില്ല പ്രശ്നമില്ല. അല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യും ആളുകൾ പരസ്പരം അവരുടേതായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് സുപ്പീരിയോറിറ്റിക്ക് വേണ്ടിയിട്ട് സ്വയം ചേർക്കുന്ന പേരുകൾ എന്താണ് പാടില്ല. ഓക്കെ,
നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ ആക്സെപ്റ്റ് എനി ടൈറ്റിൽസ് ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ് വിതൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇനി ഫോറിൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ നമ്മൾക്ക് പുറമേ നമ്മൾ കേട്ടിട്ടില്ല, പുറമേ രാജ്യങ്ങളിലുള്ള ഇപ്പോൾ ബ്രിട്ടന് ഇന്ന പദവി കൊടുത്തു അല്ലേ, സർ പദവി കൊടുത്തു എന്നൊക്കെ നമ്മൾ കേൾക്കലുണ്ട്, സർ പദവി അങ്ങനത്തെ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരന് വേറൊരു വിദേശ രാഷ്ട്രം ഇതുപോലെ ടൈറ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ അനുമതി കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അനുമതി വാങ്ങിയിട്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ സർ പദവി കിട്ടിയെന്നൊക്കെ, സർ ഐസക് ന്യൂട്ടൺ, അങ്ങനെ ഇതൊക്കെ ടൈറ്റിലാണ് അല്ലേ, ടൈറ്റിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനാർത്ഥം കിട്ടുന്ന ഒരു പേരാണ് സർ പദവി അങ്ങനത്തെ ഒക്കെ. അപ്പം ഒരു ഇന്ത്യൻ സിറ്റിസൺ അങ്ങനെ ഒരു പദവി കിട്ടണമെന്നുണ്ടെങ്കിൽ പുറം രാജ്യത്തു നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെ അനുമതി വേണം? ഇന്ത്യൻ പ്രസിഡൻറ്റിന്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ അനുമതി വേണം. ഓക്കെ. But the constitution does not prohibit the recognition of services rendered by a citizen for the development of society. അതായത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. അതായത് ഒരാൾ തൻ്റെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നില്ല, ഇത് തടസ്സം സൃഷ്ടിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരാൾക്ക് ഒരു പദവി കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു അക്കാദമിക് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ അക്കാദമിക് മികവിൻ്റെ ബേസിലാണ് അയാൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മിലിറ്ററിയിൽ കിട്ടുന്ന ആ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അയാൾ മിലിറ്ററിയിലെ പെർഫോമൻസ് കൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ടൈറ്റിൽസ് അവർ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ടൈറ്റിൽസ് വേണ്ടാന്ന് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അയാൾ എന്ത് ചെയ്യില്ല, നമ്മുടെ കൺട്രിക്ക്, രാജ്യത്തിന് എന്താണ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്താ പറയുക, സർവീസ് ചെയ്യണ്ടെന്നല്ല പറയുന്നത്, ചെയ്യണം. ആ ചെയ്ത് എന്താ പറയുക, ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ എന്ത് വേണം, അയാൾക്ക് അർഹമായ ടൈറ്റിൽസ് കിട്ടുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ആക്സെപ്റ്റോട് കൂട്ടിക്ക് അയാൾക്ക് അതെന്ത് ചെയ്യാം, സ്വീകരിക്കാം. ഓക്കെ. അങ്ങനെയാണ് അത് പറഞ്ഞത്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ടൈറ്റിൽസ് നമ്മൾ സ്വീകരിക്കരുത്, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ. ഇറ്റ് ഓൾസോ പെർമിറ്റ് ടു ഹോണർ മെൻ ഫോർ ആക്ട്സ് ഓഫ് ബ്രേവറി അല്ലേ. അതായത് ധീരതക്കുള്ള അവാർഡൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ടൈറ്റിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് സച്ച് ഡിസ്റ്റിങ്ഷൻ ഓഫ് അവാർഡ്സ് ലൈക്ക് മഹാവീർ ചക്ര, പരമവീർ ചക്ര, ഭാരതരത്ന, പത്മശ്രീ അല്ലേ, ആൻഡ് ദ ലൈക്ക് ആർ അലൗഡ് ടു ബി കൺഫേർഡ് ഓൺ സിറ്റിസൺ അല്ലേ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഭാരതരത്ന കിട്ടിയതൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്ന അവാർഡുകളാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, എന്താണ് സ്വീകരിക്കാനും അതൊക്കെ അലൗഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സിറ്റിസൺക്കും അവരുടെ ധീരതയ്ക്കനുസരിച്ചിട്ടാണല്ലോ മിലിറ്ററിയിലിപ്പം മഹാവീർ ചക്ര, പരമവീർ ചക്ര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ത് ചെയ്യാം, അത് ഓരോരുത്തർക്ക് സ്വീകരിക്കും. അതുകൊണ്ടൊന്നും എന്തില്ല, തടസ്സമില്ല. അല്ലാത്ത രൂപത്തിലുള്ള ഒരു എന്താ പറയുക, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രി അല്ലാത്ത രൂപത്തിൽ കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ നമ്മൾ പട്ടാളഭരണമുള്ള രാഷ്ട്രങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ സ്വയം എന്ത് ചെയ്യാണ്, പ്രഖ്യാപിക്കുകയാണ്, എന്താണ് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ആളാണെന്നൊക്കെ സ്വയം ആണ്ട് ഒരു എന്താ പറയുക ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയല്ലാതെ അവർ സ്വമേധയാണ്ട് പ്രഖ്യാപിച്ചിട്ട് ഒരു ടൈറ്റിൽ ഇടുകയാണ്. അത് പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനൽ വാല്യൂ ഇല്ലാത്ത പോലും. അതൊഴിവാക്കണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അല്ലാതെ സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെയും ഒക്കെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ സർവീസിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ടൈറ്റിൽസ് നേടുന്നത് എന്തില്ല, പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. കുറച്ച് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചധികം വരുന്നുണ്ട്. ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞത്, റൈറ്റ് ടു ഇക്വാലിറ്റി. അപ്പോൾ അത് നന്നായിട്ട് ഓരോന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പഠിച്ച് പോവണം. അതിൽ ഓരോ കാര്യങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊരു നോളജ് വേണം. ഒരു വരിയെങ്കിലും എസ്സേൻ്റെ നിങ്ങൾ ഓരോന്ന് എഴുതി ചേർക്കണമല്ലോ. അപ്പോൾ എന്താണ് അതിൽ പറയുന്നതെന്ന് വ്യക്തമായിട്ട് ധാരണ വേണം. ഓക്കെ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.